ആരും അനുകരിക്കരുത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കണം. പിന്നെ ഇന്ന് അവൻ്റെ ട്രീറ്റും ഉണ്ട്, അവനിന്ന് വധിക്കണം. അപ്പം അത്രേ ഉള്ളൂ, വീഡിയോയിലോട്ട് ഇറങ്ങാം. ഡ്രസ്സ് എടുക്കാനായി ഞങ്ങൾ പോയത് കൊക്കോൺസിലേക്കാണ്. കൊക്കോൺസിൽ പോയി അവിടെ ആദ്യം നമ്മൾ സൈസിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവനെ വിളിച്ച് ചോദിച്ചു സൈസ് എത്രയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടീഷർട്ട് സെലക്ട് ചെയ്തെടുത്തു. ടീഷർട്ട് സെലക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു കരടിയുടെ. അത് എൻ്റെ കൂട്ടുകാരന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അജിലിനെ അവനത് വെച്ച് നോക്കി, അവൻ നല്ലോണം ചേരുന്നുണ്ട്. പക്ഷേ പൈസ ഇല്ലാത്ത ഞങ്ങളത് മേടിച്ചില്ല. അത് കഴിഞ്ഞ് മലബാറിൽ പോയി ഒരു ചായ കുടിച്ചു. കഷ്ടകാലത്തിന് ആ ചായ എൻ്റെ പാൻറ്റിൽ വീണു. അത് ഞങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് അവിടുത്തെ ഹാൻഡ് ഡ്രയർ ഉണ്ടായിരുന്നു, അത് വെച്ച് കഷ്ടപ്പെട്ട് ഉണക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിൽ സൗണ്ട് ഇട്ട് അവിടെ ആരോ ഉണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ നൈസായിട്ട് അതവിടെ വെച്ച് സ്കൂട്ടായി. പിന്നെ ചെക്കന്മാർ വന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് പോയി. ഞാൻ ബർത്ത്ഡേ പോയി. ഹായ് വരെ ബർത്ത്ഡേ പോയി. അതെന്ത് ഹായ് ഹായ്ഡോ. ഹായ് പറ ഡോങ്കളി. മച്ചാൻ നൈസായിട്ടൊരു തേപ്പ് കിട്ടി. അപ്പൊ വണ്ടിയുടെ പുറകെ കണ്ടോ പെണ്ണിന് പകരം വണ്ടിയെ സ്നേഹിച്ചവരാണ് ഇപ്പൊ. എനിക്ക് പെണ്ണില്ല, എനിക്ക് പെണ്ണില്ല ഗൈസ്. ഗൈസ് പേടകം വന്നിട്ട് നമുക്ക് പോവാനുള്ള. ഹായ് ശരി. കൊള്ളാന്ന് സൈഡ് സൈഡ് എനിക്ക് ഛർദിക്ക് ഞാൻ. ഈ സൈഡ് എനിക്ക് ഏതെങ്കിലും തരും എനിക്ക് ഛർദിക്ക് ഞാൻ. അപ്പൊ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം. ഹായ് പറഞ്ഞേ. കോഴിക്കോടോ? എന്തിന്? കോഴിക്കോട് വരെ കോഴിക്കോട് പോലെ റെഡി അല്ലേ? ഞാൻ റെഡി. ഇന്നല്ല അമൽജിത്തിന്റെ കട. പെണ്ണിന്റെ കൂട്ടുകാരുണ്ടാവും. നിർത്തല്ലേ വിട്ടു. നിർത്തല്ലേ ഞങ്ങള് പോകുന്ന ഹോട്ടലിലെ ഫ്രണ്ട് കാണിച്ചു. ഹോട്ടലിന്റെ പേര് പറയും. ഫുഡ് ബേ. ഓക്കെ ഞങ്ങൾ സ്പോട്ടിലെത്തി ഗൈസ്. ഫുഡ് ബേ. കൊറേ ഓർമ്മകളല്ല സ്ഥലം. ഓർമ്മകൾ ഇറങ്ങി വിടത്. ഇറങ്ങ അത് പറഞ്ഞു കേട്ടില്ല. ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇതാണ് ഫുഡ് ബേ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഹായ്, ഹാപ്പി അല്ലേ? മന്തിയൊക്കെ ഞങ്ങൾ ഫുഡ് ബേയിലാണ്. ഇവിടെ നല്ല കിടില മന്തിയാ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാ. മറ്റേ ആർട്ടിനെ കൊണ്ട് ബുക്കിയല്ലേ? ബത്തേരിയിലെ നായകൻ അർഷദ് ഖാൻ. ബത്തേരി മെയിൻ. ഈ ആർട്ടി ഇത് പൊക്കിക്കോട്ടോ. ആർട്ടി കേരള MPD ഇത് പൊക്കിക്കോ. പെരിപ്പരി എത്ര പേർക്കാണ്? അധിക പെരിപ്പരി അല്ലേ? അജിലോ പെരിപ്പരി അല്ലേ? 2, 3, 4 പെരിപ്പരി. ഓരോ സൈസിൽ ഇത് പതഞ്ഞില്ല, ഇത് പതയില്ല, പറ്റിച്ചു തരാം. പതയില്ലേ, കുലുക്കി തുറന്നല്ലേ. നീ ഇവിടെ കുലുക്കിക്കൊണ്ടിരുന്നു ബാക്കിയുള്ളൊരു പെണ്ണായിട്ട്. പ്ലേറ്റ് ഐശ്വര്യമായിട്ടപ്പോ തുടങ്ങാണ് കല്യാണ വീഡിയോ. എന്തിനാ കളിക്കുന്നത്?
കട്ടിലിലെ കാലൊടിക്കാൻ കട്ടിലിലെ കാലൊടിക്കാനാണ്. അതാ അവിടെ എന്തോ പറയുന്നുണ്ട് ഗൈസ്. അവിടെ കാര്യമായിട്ട് എന്തോ പറ പറ എന്ത് നല്ല ഫുഡാണോ? നല്ല ഫുഡാ. പിന്നെ വേറെ അടിപൊളി ഫുഡ്, നല്ല അടിപൊളിയാണ്. പിന്നെ ഫുഡ് എങ്ങനെയുണ്ട്? അങ്ങനെയല്ല, എന്തായാലും പറ. ഫുഡ് ഒരു രക്ഷയിലായിരുന്നു, മാരക ഫുഡായിരുന്നു. പോരെ ഫുഡ് എങ്ങനെയുണ്ട്? അല്ല, ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ലാണോ? രണ്ട് പേർക്ക് റിവ്യൂ ആയിട്ട് പറയും. അടിപൊളി ആണോ? എനിക്കും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ലെമൺ ടീ കുടിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. സാർ മന്തി എങ്ങനെയുണ്ട്? എപ്പോലെ സാർ പറയും. വളരെ നല്ല മന്തി. ആണോ? ഇടയ്ക്ക് വരുമ്പോ എന്താ ഇടയ്ക്ക് ഊരിപ്പോ എന്താ ഷഡ്ഡി വന്ന് ഇവനെ എന്ത് പരാജയമാണ് അങ്ങനെ ഷഡ്ഡി ഇടയ്ക്ക് ഊരി പോകണം. നീ വേറെ ഉള്ളതാണ് സൈസ് ഇടുന്നത് പെട്ടെന്ന് വരാൻ വേണ്ടി. ഷോൾഡർ ഇറങ്ങി പോയെന്ന്. സ്വന്തം അച്ഛന്റെ ഷോൾഡർ ഊരിപ്പോ ടെൻഷൻ അടിച്ചിരിക്കുക. ഇല്ല, ഇത് അജയ് ഇത് പറ എങ്ങനെയുണ്ട്? സൂപ്പർ. എല്ലാവർക്കും അല്ല ചേട്ടാ, അല്ല ഇതെങ്ങനെയുണ്ട്? ബില്ല് എങ്ങനെയുണ്ട്? മന്തി എങ്ങനെയുണ്ട്? കഴിച്ചില്ലല്ലേ? ഇയാള് മുമ്പിലല്ലേ ഇരുന്നേ? അവര് ഫുഡ് വയററിഞ്ഞു. സൈഡിലിരിക്കാൻ പറ്റില്ല, സൈഡിലിരുന്ന് ചാടിപ്പോ. ഗൈസ്, ഇതാണ് ബത്തേരി ജിമ്മിലെ മെയിൻ ആള്, സഞ്ജു സാംസൺ. ബ്രോ, എന്ത് പേരെന്തായിരുന്നു? സഞ്ജയ്. മെയിൻ ആളാ ബത്തേരി ജിമ്മിലെ ജിമ്മൻ. മിസ്റ്റർ വയനാടല്ലേ? മിസ്റ്റർ വയനാട്, ഒരു ഹായ് പറഞ്ഞേ. സ്റ്റിക്കറിന് 1.5 ലക്ഷം രൂപയൊന്നൊക്കെ. സ്റ്റിക്കറിന് 1.5 ലക്ഷം രൂപയൊന്നൊക്കെ. ഇത് മറ്റേ ഇവിടെ നല്ല സ്റ്റിക്കർ പോയിന്റ് അടിച്ചല്ലേ? 1.5 ലക്ഷം അല്ലേ? നീല വേണ്ടായിരുന്നു, ബ്ലൂ വേണ്ടായിരുന്നു. ഹായ് ഹായ് കണ്ണാപ്പി, നീല കളറൊക്കെ കണ്ണാപ്പി. ഇതാണ് ഈ റൈഡർ കണ്ണാപ്പി, കാന്താരിമാരെ തേടുന്നു. വയനാട്ടില് ആകെ ഐഫോണുള്ള ഏക വ്യക്തിയാണ് അജിൽ വെട്ടുകാടൻ. അതല്ല മറ്റേത്, ഇത് ഒരാട് വർത്താനം പറയാനൊക്കെ ബിസിൽ അടിച്ചോണ്ടിരിക്കുക. എല്ലാ കളറും ഉണ്ടല്ലോ. ഇങ്ങനെ മഞ്ഞക്കുള്ള മഴവില്ലോ. ഈ ബ്ലാക്ക് ഇവരെ ഇതിൽ കട്ടായില്ല. ചേട്ടാ, മറ്റേ തിരിച്ചിട്ട് പൊട്ടുന്ന സാധനം ഉണ്ടോ? തിരുപ്പം കഴിഞ്ഞു. സ്നോ സ്പ്രേ നൂലല്ല അത് അവന്റെ മേത്തടിച്ചു. കഷ്ട പൊക്കിട്ട് കഷ്ടത്തെ കൈ പൊക്കിട്ട് കഷ്ടത്തെ അടിച്ചു നോക്ക്. അവന്റെ കുറച്ച് അടിച്ച കുഴപ്പമില്ല, അവന്റെ ബർത്ത്ഡേയാ. പെയിന്റ് ഒന്നല്ലോ, സ്പ്രേ പെയിന്റ് അല്ലല്ലോ. ആ മതി മതി. അത് പോകുന്നുണ്ടോ നോക്കി. കണ്ടോ? അത് കളിച്ചു ഇതൊന്നും കണ്ട അയച്ചു തരാം, പിരിവ് നടത്തിട്ട് തരാം. ബക്കറ്റ് പിരിവ് വെറൈറ്റി സാധനം ഫോട്ടോ കണക്കുണ്ട്. ആള് മാറി പോയിരുന്നല്ലേ? പക്ഷെ ഇതിന്റെ മേലെ ചില സ്കാം ഉണ്ട്, ചിലവരിങ്ങനെ സാധനം കൊണ്ടുവിട്ടിക്കും പറ്റിക്കുന്നു.
എന്താ ഇൻസ്റ്റയിലെ പ്രമുഖനാണ് ഗൈസ്. അതെ. ഹാക്കഡ് പിസ്റ്റൻ. നമോ നാരായണ. ഇത് അജയ്, ഇസാഫ് ബാങ്കിലെ സിംഗം, ബാങ്ക് മാനേജർ. ആ, കേണിച്ചിറ. ആർക്കെങ്കിലും എന്തെങ്കിലും ബാങ്കിന് ലോണിനൊക്കെ ആവശ്യം വിളിച്ചാൽ ഫുള്ള് ലോൺ എടുത്ത് ഇതൊന്നും പറയില്ല. അഹങ്കാരം ഉണ്ടോ? അതില്ല കേട്ടോ, ബാങ്ക് മാനേജറാന്ന് ഒരു അഹങ്കാരം ഇല്ല കണ്ടോ. സാധാ കൂറ വേഷത്തിലാണ് നടക്കുന്നത്, ഒരു അഹങ്കാരം ഇല്ല കണ്ടോ. സിമ്പിൾ ആയിട്ട് പിന്നല്ലാതെ. ആ. അത് വേണ്ട, അത് വേണ്ട. ഓക്കെടാ. കഴിഞ്ഞ ലേശം കൂടി നമ്മള് ലെമൺ ടീ കുടിക്കാൻ പോവുകയാണ്. വണ്ടി ഇത് വണ്ടി പോണോ? വണ്ടി ഇറങ്ങി ഇറങ്ങി മന്തി കഴിച്ചു കഴിഞ്ഞാൽ അത് കുടിച്ചില്ലെങ്കിൽ സുഖം കിട്ടില്ല. ഒരു ബക്കറ്റ് നിറയെ മന്തി എന്നിട്ട് ലെമൺ ടീ കുടിച്ച് എല്ലാം റെഡി ആവുന്ന വിചാരം. ചേട്ടാ ലെമൺ ടീ. ചേട്ടാ ലെമൺ ടീ ഉണ്ടോ? 8 ലെമൺ ടീ. 8. ഇപ്പൊ അത് അയച്ചല്ലേ ഉള്ളൂ. ഡോമിനോട് തല കത്തിക്ക്. കൗതുക ലേശം കൂടുതലാന്ന്. അടുത്ത സ്കില്ല് അജയിന്റെ. ഇതൊരു ബാങ്ക് മാനേജർ മാത്രമല്ല, പുള്ളി എല്ലാ കഴിവുണ്ട്. ബ്ലിങ് ബ്ലിങ്. ചെറുപ്പത്തിൽ പഠിച്ചത്. പിന്നല്ലാതെ വേറെന്താ? വായിൽ വെച്ച് എത്തിക്കും. നല്ല ചേർത്ത് കത്തിയില്ല. ഇവിടെ ബ്രോസ്റ്റർ ഉണ്ടോന്നല്ലോ. ബ്രോസ്റ്ററിന്റെ മണം ആരും അനുകരിക്കരുത്. ഭയങ്കര കാണല്ലേ ഒരാൾ സീരിയസ് ആയ ഒരു കാര്യം അല്ല, ആരും അനുകരിക്കരുത് വീട്ടില്. ഇതാണ് പെണ്ണ്. പെണ്ണ് കാണുന്ന ചടങ്ങ് കണ്ടോ? പെണ്ണ് അത്ര പോരുന്നില്ലേ? രാത്രി ഇറങ്ങി നടക്കാനാ ആദ്യമായിട്ട് കുടിക്കണേന്ന്. പഴയ ചായപ്പൊടി ഒരു പുളിന്നല്ലേ? പക്ഷേ നിങ്ങളുടെ രണ്ടുപേരും പേര് ഭയങ്കര റെയറാ. ഇല്ലേ, ഈ അജിലും നിജിനും പേര് കുറവാ. സത്യം അതല്ലേ പറഞ്ഞേ. ഇവ ഞാനോ തന്നെയല്ലോ പറയുന്നത്. എക്കോയോ? വിഷ്ണുവാണ് ഒട്ടും ഇല്ലാത്ത പേര്. ആർക്കും ഇല്ലാത്ത പേരാ വിഷ്ണു. അജയന്റെ ഉണ്ട്. ഏതോ കർണാടകക്കാരൊക്കെ ഏത് പെണ്ണുങ്ങളൊക്കെ പറയണേ. ഞാനും ജോമാനൊക്കെ മെസ്സേജ് ചെയ്തതിനകത്ത് അജയ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. കത്തി അതിന്റെ പുറയിലടാ. ഈ പൊട്ടൻ ഇവനൊക്കെ ആരൊക്കെ ഇതാക്കിയത്? നിങ്ങളുടെ കയ്യിലെടുക്കാൻ എല്ലാരും നിക്കട്ടെ, പുറകെ നിക്കട്ടെ. ആ നിക്കടാ നിക്കടാ. എത്ര പേര്
അശു അജി വരുന്നുണ്ടോ? പാട്ടോട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എടാ കേക്ക് വേണ്ട കൊണ്ടേനൊക്കെ വിളിച്ചപ്പോഴേ കുലുക്കി വരുമോ? വള്ളിയോ? അതൊന്നും പോല. എന്നാ ഇതിന് കാറ്റ് മാത്രമല്ല പൊട്ടെ. കഴിഞ്ഞില്ലേ? ഇല്ലില്ല, ചത്തൊന്നും പോല. ഇവന്റെ വായിൽ ഇരിക്കുന്നവന്റെ വലിയ അടിച്ചു കയറ്റി ആ വലിയ കൃഷ്ണ എടുത്താൽ മറ്റേ ആ സാധനങ്ങൾ എല്ലാവരും പീസായില്ലേ? 1 2 3 4 5 6 7 എന്റെ ബൈക്ക് കിട്ടി. എല്ലാരും എടുക്കടാ. ഞാൻ എടുത്തോ? കാണിക്ക്. കാട്ടെ. ഇല്ലില്ല സ്നേഹത്തോടെ. പിന്നല്ല ഞാൻ എനിക്ക് പേടിയാ. ക്രിസ്മസ് അപ്പൂപ്പനോ? തുണി എന്തി ഞാൻ ഹോട്ടലിൽ പോ. ഞാൻ ഞാനല്ല ഇവന്റെ എല്ലാരും ഹാപ്പി അല്ലേ? ലോങ്ങലി ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? അല്ല നിജിൽ ഭായ് ഹാപ്പി അല്ലേ? അജയ് ഹാപ്പി അല്ലേ? കേട്ടോ എല്ലാരും നീയോ അജിലെ ട്രിപ്പ് ഹാപ്പി അല്ലേ? ഭക്തിയാത്ര, ഭക്തിയുടെ വഴിയാണ്. അപ്പൊ ഓക്കെ ബൈ ബൈ. ഹാപ്പി അല്ലേ? ബൈ.